അടുത്തതായിട്ട് 72ാമത്തെ ശ്ലോകം. മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർ മഹായജ്വ മഹായജ്ഞോ മഹാഹവിഹി. ഇതിലെ നാമങ്ങൾ മഹാക്രമ, മഹാകർമ്മ, മഹാതേജ, മഹോരഗ, മഹാക്രതു, മഹായജ്വ, മഹായജ്ഞോ മഹാഹവിഹി. ഇങ്ങനെ 8 നാമങ്ങളാണ്. അതിൽ ആദ്യത്തെ നാമം 676ാമത്തെ നാമം മഹാക്രമ, മഹത്തായിട്ടുള്ള ക്രമത്തോടു കൂടിയവൻ. ഭാഷ്യകാരൻ പറയുന്നു, ഇനി തന്നെ അറിയണം എന്നുള്ള ഔത്സുക്യം ഉള്ളവരിൽ ഭഗവാനുള്ള അനന്തമായ വാത്സല്യത്തെക്കുറിച്ച് പറയുന്നു. ഭഗവാന്റെ ആനന്ദതയെക്കുറിച്ച് പറഞ്ഞു, ആനന്ദ്യം. അതിനു മുമ്പ് ഭഗവാന്റെ സൗശീല്യത്തെക്കുറിച്ച് പറഞ്ഞു, സൗശീല്യം, ആനന്ദ്യം എന്നീ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് വാത്സല്യം എന്ന സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. തന്നെ അറിയണമെന്നുള്ള ഔത്സുക്യമുള്ളവരിൽ, ഭഗവാനെ അറിയണമെന്ന ആഗ്രഹമുള്ള സ്വധർമ്മത്തിൽ ചരിക്കുന്ന ആളുകളോട് ഭഗവാനുള്ള അനന്തമായ വാത്സല്യം, അതിനെക്കുറിച്ച് പറയുന്നു. പരമമായ ഉയരത്തിൽ ഇരിക്കുന്ന ആത്മാവിനെ അറിയാൻ ഏറ്റവും താഴ്ന്ന ഭവപാതാളത്തിൽ നിന്നും ജീവനെ ക്രമമായി ഉയർത്തി മഹത്തായ സോപാനത്തിൻ്റെ സമീപം എത്തിക്കുന്നത് വരെയുള്ള ക്രമം ഭഗവാനുണ്ട് എന്നതിനാൽ മഹാക്രമ എന്ന് നാമം. മഹത്തായിട്ടുള്ള ക്രമത്തോടു കൂടിയവൻ ആണ് ഭഗവാൻ. അപ്പോൾ പരമമായ ഉയരത്തിലിരിക്കുന്ന ആത്മാവിനെ അറിയാൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ അറിയാൻ, വളരെ ഉയർന്ന തലത്തിലിരിക്കുന്നതാണ് പരമാത്മാവ്. ആ പരമാത്മാവിനെ അറിയാൻ ഏറ്റവും താഴ്ന്ന ഭവപാതാളത്തിൽ നിന്നും ജീവനെ ക്രമമായി ഉയർത്തി മഹത്തായ സോപാനത്തിൻ്റെ സമീപം. മഹത്തായ സോപാനം എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ അറിയാനുള്ള സോപാനം. കാവ്യാത്മകമായി പറയുന്നതാണ്. മഹത്തായ സോപാനത്തിൻ്റെ സമീപം എത്തിക്കുന്നത് വരെയുള്ള ക്രമം ഭഗവാനുണ്ട് എന്നതിനാൽ മഹാക്രമ എന്ന് നാമം. ഏതുപോലെയാണോ ഒരമ്മ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന് ആദ്യം മുലപ്പാൽ, പിന്നീട് പശുവിൻ പാൽ, പിന്നീട് ആഹാരവും, പിന്നീട് അവർക്കിഷ്ടപ്പെട്ട മറ്റു സ്വാദിഷ്ടങ്ങളായ ഭോഗ്യങ്ങളും കൊടുക്കുന്നത്, അതുപോലെ ഭഗവാൻ അദ്വേഷം, ആസ്തിക്യം, ആഭിമുഖ്യം, അനുവർത്തനം, ജ്ഞാനം, ഭക്തി, ശക്തമായ പ്രതിപത്തി, പ്രാപണം എന്നിങ്ങനെയുള്ള ക്രമത്തിൽ അവരെ ഉയർത്താനും ശാസ്ത്രത്തെ അനുവർത്തിക്കാനുമായി ക്രമത്തിൽ മുന്നോട്ട് നയിക്കുന്നു. അപ്പോൾ ഈശ്വരനെ അറിയാനുള്ള ഒരു ക്രമത്തിലൂടെ ഈശ്വരനെ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ നയിച്ച് അവസാനം ഈശ്വരനെ അറിയിക്കുന്നു, ഈശ്വരൻ തന്നെ അറിയിക്കുന്നു. അപ്പം അങ്ങനെ മഹത്തായിട്ടുള്ള ക്രമം ഉള്ളവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് മഹാക്രമ എന്ന് നാമം. അപ്പം ഏതുപോലെയാണോ, എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ തന്നിലേക്ക് ഈ ജീവന്മാരെ കൊണ്ടുവരുന്നത്? ഏതുപോലെയാണോ ഒരമ്മ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന് ആദ്യം മുലപ്പാലും, പിന്നീട് പശുവിൻ പാലും, പിന്നീട് ആഹാരവും, പിന്നീട് അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റു സ്വാദിഷ്ടങ്ങളായ ഭോഗ്യങ്ങളും കൊടുക്കുന്നത്, തൻ്റെ മക്കളോട് അതിയായ വാത്സല്യം ഉള്ള ഒരമ്മ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കൊടുക്കുന്ന ഒരു ക്രമമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിന് ആദ്യം അമ്മ സ്വന്തം മുലപ്പാൽ കൊടുക്കുന്നു. അങ്ങനെ മുലപ്പാൽ കുടിച്ച് കുറച്ച് വളർന്ന് പതുക്കെ അടുത്ത ഘട്ടത്തിൽ സാധാരണ മറ്റ് പശുവിൻ പാല് കൊടുക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആഹാര പദാർത്ഥങ്ങൾ കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങുന്നു.
അങ്ങനെ കുട്ടി വലുതാവുന്നതിനനുസരിച്ച് ക്രമേണ ആ കുട്ടിയുടെ ആഹാരത്തിൻ്റെ ക്രമത്തിന് മാറ്റം വരുത്തുന്നു. ഏറ്റവും അവസാനം കുട്ടിയുടെ ശരീരവും എല്ലാം ആന്തരാവയവങ്ങളുമൊക്കെ നല്ല ആഹാരത്തിന് പാകപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഏറ്റവും സ്വാദിഷ്ടങ്ങളായിട്ടുള്ള സദ്യ പോലുള്ള കാര്യങ്ങൾ ഒരു അമ്മ കുട്ടിക്ക് കൊടുക്കാറുള്ളൂ. അല്ലാതെ ജനിച്ചു വീണ കുട്ടിക്ക് ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഒരമ്മയും കൊടുക്കാറില്ല. അത് അമ്മയുടെ വാത്സല്യത്തെ കുറിക്കുന്നതാണ്. അതുപോലെയാണ് ഭഗവാൻ ഓരോ ഭക്തരെയും, ഓരോ തന്നെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും പടിപടിയായിട്ടാണ് ഉയർത്തുക. എങ്ങനെയാണ് പടിപടിയായിട്ട് ഉയർത്തുന്നത്? ഭഗവാന്റെ അതുപോലെ അമ്മ ഏതുപോലെയാണോ മക്കൾക്ക് ആഹാരം കൊടുക്കുന്നത്, അതുപോലെയാണ് ഭഗവാൻ ഭക്തരെ ട്രീറ്റ് ചെയ്യുക. അതെങ്ങനെയാണ്? ഭഗവാൻ അദ്വേഷം, ആസ്തിക്യം, ആഭിമുഖ്യം, അനുവർത്തനം, ജ്ഞാനം, ഭക്തി, ശക്തമായ പ്രതിപത്തി, പ്രാപണം എന്നിങ്ങനെയുള്ള ക്രമത്തിൽ അവരെ ഉയർത്താനും ശാസ്ത്രത്തെ അനുവർത്തിക്കാനുമായി ക്രമത്തിൽ മുന്നോട്ട് നയിക്കുന്നു. അപ്പൊ ഭഗവാൻ ആദ്യം ഓരോ ക്രമത്തിലാണ് ഇവരെ ഉയർത്തുക. അദ്വേഷം, നമ്മൾ ഈശ്വരനെ അറിയണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരാൾ, നമ്മൾ പല ശാസ്ത്രങ്ങളും വായിക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ പല ഈശ്വരൻ്റെ വഴിയിലൂടെ പോവുക. അപ്പോൾ ഈശ്വരൻ്റെ വഴിയിലൂടെ പോകേണ്ടത് തപസ്വാധ്യായങ്ങളിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ സ്വാധ്യായത്തിന് വേണ്ടി പല ശാസ്ത്രങ്ങളും പഠിക്കാൻ തുടങ്ങുന്നു. പല ശാസ്ത്രങ്ങളും പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾ നമ്മളിതൊക്കെ വായിക്കുന്ന സമയത്ത് ഇതിൽ പലതും മനുഷ്യകൃതമാണെന്നും ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ജനങ്ങൾ എഴുതിയതാണെന്നും അത് അവർക്ക് ഗുണത്തിന് വേണ്ടി എഴുതിയതാണ്, അല്ലാതെ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കാമ്പും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾ. ഇത് വായിച്ചു വരുമ്പോൾ ആദ്യമൊക്കെ അങ്ങനെ നമുക്ക് തോന്നും. പല ടെക്സ്റ്റുകളും വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് തോന്നും. കുറച്ച് കാലം അങ്ങനെ വായിക്കുമ്പോൾ പതുക്കെ ഈ പറയുന്ന ഗ്രന്ഥങ്ങളിലും ഈ ശാസ്ത്രങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ സത്യത്തിൻ്റെ അംശങ്ങളുണ്ട് എന്ന് മനസ്സിലാകാൻ തുടങ്ങും. അപ്പം നമുക്ക് അതിനോടുള്ള ആദ്യം ഉണ്ടായിരുന്ന ദ്വേഷം ഇല്ലാതാകും. അപ്പം ഇതിലെന്തോ സത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. അതാണ് അദ്വേഷം. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ ഈ ശാസ്ത്രം അഭ്യസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ശാസ്ത്രം പറയുന്നത് പലതിലും സത്യമുണ്ട് എന്നുള്ളത് ഉറപ്പാകും. അപ്പം ഇതിൽ പറയുന്ന രീതിയിലുള്ള ഒരു ഈശ്വര സങ്കല്പം ഉണ്ട് എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാകും. ധാരണ എന്നൊരു ഉറപ്പ് നമുക്ക് വരും. അപ്പോൾ അസ്ഥി എന്നുള്ള അതുണ്ട്, ഈശ്വരൻ എന്ന് പറയുന്നൊരു ശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന രീതിയിലുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. അതിനെ ആസ്തിക്യം എന്ന് പറയും. അങ്ങനെ ആസ്തിക്യം വരുന്നതോടുകൂടി തന്നെ ഈ ഈശ്വരനിലേക്കുള്ള വഴികളിലും പലതരത്തിലുള്ള വഴികളുണ്ട്. ഈ വഴികളിൽ എല്ലാത്തിലും നമുക്ക് ആഭിമുഖ്യം ഉണ്ടായി തുടങ്ങും. അപ്പോൾ അദ്വേഷം, ആസ്തിക്യം, ആഭിമുഖ്യം, അങ്ങനെ നമ്മൾ അതിനോട് അഭിമുഖരായിട്ട് കുറേ കാലം മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കാൻ തുടങ്ങും, നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാൻ തുടങ്ങും. അത് അനുവർത്തനം. നമ്മുടെ ഈ പറയുന്ന ശാസ്ത്രത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങും. അത് അനുവർത്തനം. അങ്ങനെ അനുവർത്തിച്ച് കുറേ കാലം പോകുന്ന സമയത്ത് നമുക്ക് ഈ ശാസ്ത്രത്തിൽ ശരിയായിട്ടുള്ള അറിവുണ്ടാകും. ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഈശ്വര സങ്കല്പത്തെക്കുറിച്ചും അറിവുണ്ടാകും. അത് ജ്ഞാനം. അങ്ങനെ ആ അറിവുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് ഈ പരമമായിട്ടുള്ള ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് അറിവോടുകൂടി ആ അറിവോടുകൂടി നമ്മൾ മുന്നോട്ട് ജീവിച്ച് പോകുമ്പോൾ നമുക്ക് ആ ഈശ്വരനോട് ഭക്തി ഉണ്ടായിരിക്കും. വേറൊരു രീതി പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ ഭാഗം എന്നാണ് അർത്ഥം, ഭക്തമായത്. അപ്പം ഞാനെന്ന് പറയുന്നത് ഈശ്വരൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്നുള്ള അറിവോടുകൂടി നമ്മൾ ജീവിക്കും. അത് ഭക്തി.
അതിനുശേഷം ആ അറിവോട് കൂടി ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിനോടും ഈ ലോകത്തിനോടും ഇത് ഡിസൈൻ ചെയ്തു വെച്ചിട്ടുള്ള ആ ഈശ്വരനോടും ശക്തമായിട്ടുള്ള പ്രതിപത്തി ഉണ്ടാകും. അതായത് ഇതിലത്തെ ക്രമം സംസ്കൃതത്തിൽ പറയുന്നത് അദ്വേഷ, ആസ്തിക്യ, ആഭിമുഖ്യ, അനുവർത്തന, ജ്ഞാന, ഭക്തി, വിശ്രംഭ. വിശ്രംഭം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രേമം എന്നാണ് അർത്ഥം. പ്രേമ പാരവശ്യം എന്നാണ് അർത്ഥം വിശ്രംഭം എന്നുള്ള വാക്കിന്. ശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള പ്രേമം. അപ്പോൾ ജ്ഞാനം ഭക്തിയിലേക്ക് നയിക്കും, ഭക്തി അതിതീവ്രമായിട്ടുള്ള പ്രേമത്തിലേക്ക് നയിക്കും. ഈ അതിതീവ്രമായിട്ടുള്ള പ്രേമത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് ആനന്ദമാണ്. സാക്ഷാൽ പരമാത്മാവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആനന്ദമാണ്. അതുകൊണ്ട് തന്നെ ആ പരമാത്മാവിൻ്റെ ഭാഗമായിട്ട് ഭക്തനായിട്ടുള്ള എൻ്റെയും സ്വഭാവം എന്ന് പറയുന്നത് ആനന്ദമാണ്. അതുകൊണ്ട് ആനന്ദം എന്ന് പറയുന്നത് നമ്മളുടെ സ്വഭാവമായി തീരും. ഇങ്ങനെയുള്ള ക്രമത്തിൽ പടിപടിയായി തൻ്റെ ഭക്തരെ ഉയർത്തുക. അതുകൂടാതെ ശാസ്ത്രത്തെ അനുവർത്തിക്കാനും ആയി. എന്താണ് ശാസ്ത്രത്തെ അനുവർത്തിക്കാനുമായി എന്ന് പറയുന്നത്? ശാസ്ത്രത്തിലൂടെ മാത്രമേ ഈ ഒരു പടിപടിയായിട്ടുള്ള ഉയർച്ച സാധിക്കുകയുള്ളൂ. ശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ശാസ്ത്ര പഠനം കൂടാതെ കേവലം തപസ്സുകൊണ്ട് കാര്യമില്ല. അപ്പം ശാസ്ത്രത്തെ അനുവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. നമ്മളെ ഓരോ ആളുകളെയും പടിപടിയായി ഉയർത്തുന്നതിനോടൊപ്പം ഈ ശാസ്ത്രം പ്രകാരം ശാസ്ത്രത്തിനെ അനുവർത്തിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശാസ്ത്രം നമ്മൾ അനുവർത്തിക്കുമ്പോൾ ഈ ശാസ്ത്രം നമ്മളുടെ സ്വഭാവമായി തീരുകയും നമ്മൾക്ക് അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത ആളുകൾക്ക് ഇതേ ശാസ്ത്രത്തിൻ്റെ ഇതേ ക്രമത്തിൽ പോകാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അപ്പം ശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ഈ എണ്ണയൊക്കെ ഒഴുകുന്നത് പോലെ, തൈലധാര പോലെ അവിഛിന്നമായിട്ട് പ്രവഹിക്കുന്ന ഒരു വസ്തുതയാണ്. ഇപ്പം ശാസ്ത്രത്തിലൂടെയാണ് ശാസ്താവിനെ അറിയേണ്ടത് എന്ന് സ്പന്ദപ്രദീപികയിൽ പറയുന്നുണ്ട്. യദ്വത് സോപാനേന പ്രാസാദമാരുഹേത് പ്ലവേനവാ നദിം ചരേത് തദ്വത് ശാസ്ത്രേണൈവ ഹി തസ്മാത് ശാസ്ത അവഗന്തവ്യ. ശാസ്ത്രേണൈവ ഹി ശാസ്ത അവഗന്തവ്യ. അപ്പോൾ ഏതുപോലെയാണോ ഒരു തടാകത്തിൽ ഒരു സോപാനത്തിലൂടെ പ്രധാനപ്പെട്ട പ്രാസാദം വീട്ടിലേക്ക് കയറുന്നത്, ഒരു ചങ്ങാടം ഉപയോഗിച്ച് നദിയെ തരണം ചെയ്യുന്നത്, അതുപോലെ ശാസ്ത്രം ഉപയോഗിച്ചാണ് ശാസ്താവിനെ, ശാസിക്കുന്നവനെ, പരമാത്മാവിനെ അറിയുക. അപ്പോൾ ഇവിടെ ശാസ്ത്രത്തെ അനുവർത്തിക്കാനും ആയിട്ട് ഈ ക്രമത്തിൽ ഓരോ ജീവന്മാരെയും മുന്നോട്ട് നയിക്കുന്നു. അല്ലാതെ ഈശ്വരനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് ഒറ്റ മിന്നൽ പിണര് പോലെ നമ്മളിൽ വന്ന് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ബോധോദയം പോലെ വരികയല്ല ചെയ്യുക. ഇനി അഥവാ അത് വന്നാലും അത് സമയത്തിലൂടെ പോയി ക്രമമായിട്ട് മാത്രമേ നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യുകയുള്ളൂ. ശരിക്കും ഈശ്വരനെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആദ്യത്തെ പടി എടുത്തു വെക്കുന്ന ഒരാൾക്ക് ഈശ്വരൻ മുഴുവനായിട്ടും തന്നെ അറിയാനുള്ള അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മളിലേക്ക് ചെയ്തു വരുന്നത് സമയത്തിലൂടെയാണ്. ഇന്നൊരു അനുഗ്രഹം കിട്ടിയാൽ അത് ഇന്ന് അടുത്ത നിമിഷം നമ്മളിൽ വർക്ക് ചെയ്തോളണമെന്നില്ല. കാരണം നമ്മുടെ കർമ്മങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ചില അനുഗ്രഹങ്ങൾ സമയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മാത്രമേ അത് പ്രാവർത്തികമാവുള്ളൂ. അപ്പോൾ ഈ ക്രമത്തിലൂടെ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രമം എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ ഓരോരുത്തരും, ജീവന്മാരോരോരുത്തരും സമയാധീനരാണ്. അതുകൊണ്ടാണ് ജിദ്ദു കൃഷ്ണമൂർത്തി
അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ചിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദ മൗണ്ടൻ ടോപ്പ് കനോട്ട് ബി ബ്രോട്ട് ഡൗൺ ടു ദ വാലി, റാദർ ദ ട്രാവലർ മസ്റ്റ് ടേക്ക് ദി എഫേർട്ട് ടു ക്ലൈംബ് ഇറ്റ്. അതുപോലെയാണ് സത്യം. ഒരു പർവ്വത ശിഖരത്തിനെ താഴ്വരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു താഴ്വരയിൽ നിൽക്കുന്ന ഒരു യാത്രികൻ സമയവും അധ്വാനവും എടുത്ത് അതിൻ്റെ മുകളിലേക്ക് സ്വയം നടന്നു കയറേണ്ടതാണ്. ആ നടന്നു കയറുമ്പോൾ പല പല അനുഭവങ്ങളും ഉണ്ടാവും. പല കുറുക്ക് വഴികളിലൂടെയും പല ഉയർച്ച താഴ്ചകളിലൂടെയും ഒക്കെ പോകേണ്ടി വരും. അപ്പം ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല ഈശ്വര ജ്ഞാനം എന്ന് പറയുന്നത്. അത് നമ്മളുടെ ജീവിതാനുഭവത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം നമുക്കത് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടതാണ് ഇതിനു മുമ്പും അത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ക്രമം ഈ പറയുന്ന ഈശ്വരാനുഗ്രഹത്തിന് ഉണ്ട്. അത് ഭഗവാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഭഗവാന് മഹാക്രമ എന്ന് നാമം. തുടർന്ന് പറയുന്നു, ബന്ധായൈവ ഭവത്യേഷ അവിദ്യ ഹ്യക്രമോജ്ജിത. അവിദ്യയെ ഇപ്രകാരം ക്രമത്താൽ നീക്കം ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും ബന്ധനത്തിന് കാരണമാകുന്നു. അതായത് ഈ പറയുന്ന നമ്മളുടെ ഇപ്പോഴുള്ള ബോധം പരമമായ ബോധത്തിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായി വരുന്നതല്ല. നമ്മളുടെ മാനസിക വ്യാപാരങ്ങളെ മുഴുവൻ മനസ്സിലാക്കി വാസനകളിലൂടെ കടന്നുപോയി നമ്മളുടെ വാസനയ്ക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് ആ കർമ്മങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ അത് പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് ഒരു ലൈറ്റ് കത്തുന്ന പോലെയോ ഒന്നും ഉണ്ടാകുന്നതല്ല എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. തുടർന്ന് പറയുന്നു, ജന്മാന്തര സഹസ്രേഷു തപോധ്യാന സമാധിഭി നരാണാം ക്ഷീണപാപാനാം കൃഷ്ണേ ഭക്തി പ്രജായതേ. 1000 ജന്മങ്ങളുടെ തപോധ്യാന സമാധികളിലൂടെ പാപങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് ഭഗവാൻ കൃഷ്ണനിൽ ഭക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് കേവലം കൃഷ്ണ കഥകൾ കേൾക്കുമ്പോൾ, ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസവും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു വികാര വിക്ഷോഭവും അല്ല. ഭക്തി എന്നത് ശരിക്കും ഞാനെന്ന് പറയുന്നത് ആ പരമമായതിൻ്റെ തന്നെ ഭാഗമാണ്, ഭക്തം ആണ് എന്നുള്ള ബോധമാണ്. അത് വളരെ ഉയർന്ന തലത്തിൽ ഉള്ള ഒന്നാണ്. അതുകൊണ്ടാണ് 1000 ജന്മങ്ങളുടെ തപോധ്യാന സമാധികളിലൂടെ പാപങ്ങൾ ക്ഷയിക്കുമ്പോൾ ആണ് ഭക്തി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. ഒരുപാട് ജന്മങ്ങളുടെ അവസാനത്തിലാണ് ജ്ഞാനിയായവൻ എന്നെ പ്രാപിക്കുന്നത്. ഒരുപാട് ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതാനുഭവങ്ങൾ എന്നും കണക്കാക്കാം. ഉൽപ്പത്തിയാണ് ജന്മം. അപ്പൊ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത്. ഈശ്വരനെ അറിയുമ്പോൾ നമുക്ക് തിരിച്ചു ചിന്തിക്കാം. അതായത് ഈ ഉണ്ടായ അനുഭവങ്ങൾ മുഴുവൻ ഈശ്വരൻ്റെ തന്നെ ഈശ്വരനാൽ പ്രേരിതമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അതൊരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, അത് ഏത് ഘട്ടത്തിലാണെന്ന് പറയാൻ പറ്റില്ല. തുടർന്ന് പറയുന്നു, അഭ്യാസയോഗേന തതോ മാം ഇച്ഛാപ്തും ധനഞ്ജയ. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകമാണത്. എന്നിൽ മനസ്സുറപ്പിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ബുദ്ധിമുട്ടാണ് എങ്കിൽ, അഭ്യാസയോഗേന, അല്ലയോ ധനഞ്ജയ, അഭ്യാസയോഗത്താൽ എന്നെ പ്രാപിക്കാൻ ഇച്ഛിച്ചാലും അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അഭ്യസിച്ചുകൊണ്ട് ശാസ്ത്രങ്ങൾ പഠിക്കുന്നു,
നമുക്ക് ഈ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ഒരു ജീവിതാനുഭവം വരുമ്പോൾ ഈ ഈ ഈ ജീവിതാനുഭവത്തെ ശാസ്ത്രവുമായി തട്ടിച്ചു നോക്കി അത് ഈശ്വരൻ്റെ തന്നെ മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് മനസ്സിലാക്കലാണ് ഇനി അഥവാ അത് മനസ്സിലായില്ല എങ്കിൽ അത് വീണ്ടും വീണ്ടും പഠിക്കലും അധ്യയനം ചെയ്യലും ആണ് അഭ്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശാസ്ത്ര പഠനവും ഒരു അഭ്യാസമാണ്, വേറെ എന്തെങ്കിലും സാധന ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു അഭ്യാസമാണ്. അത് നിരന്തരം ചെയ്യേണ്ടതാണ് ഈ ബോധം ഉറയ്ക്കുന്നത് വരെ. നമുക്ക് പെട്ടെന്ന് ഒരു മോശം ജീവിതാനുഭവം ഉണ്ടായാൽ അത് ഈശ്വരൻ്റെ തന്നെ ഒരു വരദാനമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംസ്കാരം നമ്മളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ സംസ്കാരത്തെ വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കാനാണ് ശാസ്ത്രങ്ങളുടെ പഠനവും അതിൻ്റെ തന്നെ അഭ്യാസവും വേണ്ടത്. അപ്പം അഭ്യാസത്തിലൂടെ എന്നെ പ്രാപിക്കാൻ ഇച്ഛിച്ചാലും. അപ്പോൾ അങ്ങനെ ഈശ്വരനെ അറിയാൻ ഈശ്വരൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാക്രമം ഉണ്ട് ഭഗവാന്. അതുകൊണ്ട് ഭഗവാന് മഹാക്രമഃ എന്ന് നാമം.